കുറേ ലാഭമുണ്ട്, കുറേ നഷ്ടമുണ്ട്. പക്ഷേ ഒരിക്കലും സിനിമാ നിർമ്മാണം ഒരു വ്യവസായം ലാഭമുള്ള വ്യവസായമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ 5-6 വർഷത്തിന് ആയിട്ട് ചെയ്ത കുറേ സിനിമകൾ, ചെറിയ സിനിമകൾ നന്നായിരുന്നു. ഗപ്പി, ഗോദ, അതുപോലെ ഒരു മുത്തശ്ശി കഥ, അമ്പിളി, അങ്ങനെയുള്ള സിനിമകളുണ്ട്. എസ്ര. MG കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അഭിനയം തുടങ്ങുന്നത്. മോഹൻലാലിന്റെ സീനിയറായിരുന്നു. ജഗദീഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് എന്നുള്ളതല്ല, അത് ഈ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. യൂട്യൂബിലൊക്കെ വരുമ്പോൾ ആളുകൾ അത് വിഷമെന്ന് പറയുന്നു എന്നുള്ളൂ, അല്ലെങ്കിൽ മായെന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഇത് കൂടുതലും പെസ്റ്റിസൈഡാണ്. പെസ്റ്റിസൈഡ് ഇപ്പോൾ ഇന്ത്യയിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം 140ഓളം തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാൻ അവർക്ക് അംഗീകാരമുണ്ട്. അപ്പോൾ ശ്രീലങ്കയിലേക്കുള്ള അനുഭവം നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇതേമാതിരി ജൈവ കൃഷി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് മൊത്തം എക്കണോമി തന്നെ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ പോയിട്ടുണ്ട്. ഞാൻ CL ജോസ്. ഇന്ന് നമുക്ക് റൈറ്റ് ആംഗിൾ സീരീസ് ഓഫ് ഇൻ്റർവ്യൂവിലെ AVA ഗ്രൂപ്പിൻ്റെ MDയും CEO-യുമായ മിസ്റ്റർ അനൂപാണ്. നമ്മൾ ഇതുവരെ ചെയ്തതായിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ ഇത്രമാത്രം വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ കിട്ടാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. വെൽ ഡൈവേഴ്സിഫൈഡ് ഗ്രൂപ്പ് എന്ന് മാത്രമല്ല, വെൽ ഡൈവേഴ്സിഫൈഡ് ഒരു ഫേസറ്റ്സ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. മെഡിമിക്സ് എന്ന് പറയുന്നതായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു 50 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ അങ്കിളിൽ നിന്നാണ്, സിദ്ധനിൽ നിന്നാണ് അദ്ദേഹം ടേക്ക് ഓവർ ചെയ്യുന്നത്. അതിനുശേഷം പലതായിട്ടുള്ള ബിസിനസ്സുകൾ, മേളം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതിനുശേഷം നീൽഗിരീസ്, ഇപ്പോൾ അടുത്ത കാലത്താണ് ടേക്ക് ഓവർ ചെയ്ത് നീൽഗിരീസ് സൂപ്പർ മാർക്കറ്റ് ചെയിൻ, സഞ്ജീവനം ആയുർവേദിക് ഹോസ്പിറ്റൽ, ഫിലിം പ്രൊഡക്ഷൻ. ഈ ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ, ഞാൻ അത്രമാത്രം അറിഞ്ഞതില്ല. അതുകൊണ്ട് നമുക്ക് ആ ഫിലിം പ്രൊഡക്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എത്രമാത്രം ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ അനൂപ്? ഞാൻ ഫീച്ചർ ഫിലിംസ് 25 ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി ആയിട്ട് വേറെയും ധാരാളം ചെയ്തിട്ടുണ്ട്. 2007 മുതലാണ് സിനിമാ നിർമ്മാണത്തിൽ വരുന്നത്. ഇതിൽ ഞാൻ ചിലപ്പോൾ ക്രൂവിനത് അറിയുമായിരിക്കില്ല അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് മിസ്റ്റർ അനൂപ് എന്നുള്ള കാര്യം പോലും. അത് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് 2007? ഇപ്പോൾ വല്ലതും പ്രൊഡക്ഷനിൽ വല്ലതും ഇരിക്കുന്നുണ്ടോ? പ്രൊഡക്ഷനിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയത് അച്ഛനൊരു വാഴ വെച്ചു എന്ന് പറഞ്ഞൊരു സിനിമയാണ് അവസാനം ചെയ്തത്. അതിൽ മെയിനായിട്ട് പ്രധാന ഒരു കഥാപാത്രം അഭിനയിച്ചു. പിന്നെ 2 ഡോക്യുമെൻ്ററിയും കഴിഞ്ഞ വർഷം ചെയ്തു. ഒന്ന് മംഗല്യം പ്രോജക്റ്റ്, ISROൻ്റെ മംഗല്യം പ്രോജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് യാനം എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ശാസ്ത്ര സാൻസ്ക്രിറ്റ് ഡോക്യുമെൻ്ററി ആയിട്ട്. പിന്നെ ഗ്രീൻ മാൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി. ഇത് രണ്ടും ഒരു ധാരാളം അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞ വർഷം. പിന്നെ പാലേരി മാണിക്യം, ഗപ്പി, പാലേരി മുമ്പ് വളരെ പേരുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. യുഗപുരുഷൻ ചെയ്യാൻ വേണ്ടിയാണ് സിനിമ നിർമ്മാണത്തിൽ വരുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള അത്തരം സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ വേഴ്സറ്റൈലിറ്റി, എല്ലാ തരത്തിലും വേഴ്സറ്റൈലിറ്റി ആൾക്കുണ്ട്. അവരുടെ മൾട്ടി ഡയമെൻഷൻ വന്ന് എല്ലാ തരത്തിലും അർത്ഥവത്തായിട്ടുള്ള സംഗതിയാണ്. ഈ പ്രൊഡക്ഷൻ്റെ ബിസിനസ് സൈഡ്, വീണ്ടും ഞങ്ങൾ പറഞ്ഞില്ല, ബിസിനസ് സൈഡായിരിക്കും ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. ഇതിലൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ലാഭമുണ്ട്, കുറേ നഷ്ടമുണ്ട്. പക്ഷേ ഒരിക്കലും സിനിമാ നിർമ്മാണം ഒരു വ്യവസായം ലാഭമുള്ള വ്യവസായമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മലയാളത്തിലൊക്കെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 7%-നൊക്കെ താഴെയാണ്. 100 പടത്തിൽ 7 പടമൊക്കെ സാമ്പത്തിക വിജയം നേടുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷത്തിൽ ചെയ്തതിൽ 1-2 സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം സാമ്പത്തിക വിജയം നേടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിജയിക്കുന്ന സിനിമയ്ക്ക് കിട്ടുന്നേക്കാൾ കൂടുതലായിരിക്കും ഒരു സിനിമയിൽ വരുന്ന നഷ്ടം. അപ്പോൾ അതുകൊണ്ട് നഷ്ടം തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇനിയും കണ്ടിന്യൂ ചെയ്തല്ലേ? അല്ല, എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. കാരണം സിനിമാ നിർമ്മാണം ഒരിക്കലും ഞാൻ ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്തു നോക്കി. വ്യവസായപരമായിട്ടുള്ള നല്ല വലിയ സിനിമകൾ ചെയ്തു. സൂപ്പർ താരങ്ങളെല്ലാവരും ഉപയോഗിച്ച സിനിമ ചെയ്തു. എല്ലാ സിനിമകളും ചെയ്തു. കാരണം മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് അടക്കമുള്ള എല്ലാവരും എൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറായിട്ട് തോന്നിയത് വിജയത്തിൻ്റെ എല്ലാ കാര്യത്തിനും നമ്മൾ പറയും, നമ്മൾ മീഡിയ നടത്തുമ്പോഴും പറയും ഏതാണ് ഇതിൻ്റെ ഫാക്ടറായിട്ട്? സൂപ്പർ താരത്തിൻ്റെ പേരാണോ, തിരക്കഥയാണോ, ഡയറക്ഷൻ? അല്ല, അത് ഓരോ കാലഘട്ടത്തിലും ജനങ്ങളുടെ ടേസ്റ്റ് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചില ആദ്യകാലത്തൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞ 5-6 വർഷത്തിന് ആയിട്ട് ചെയ്ത കുറേ സിനിമകൾ, ചെറിയ സിനിമകൾ നന്നായിരുന്നു. ഗപ്പി, ഗോദ, അതുപോലെ ഒരു മുത്തശ്ശി കഥ, അമ്പിളി, അങ്ങനെയുള്ള സിനിമകളുണ്ട്. എസ്ര, കുറേ ആ കാറ്റഗറി സിനിമകളും. അത് പല ബിസിനസ്സിൻ്റെ തിയറി അതാണ്. റവന്യൂ നമ്മുടെ കയ്യിലല്ല, കോസ്റ്റ് നമ്മുടെ കയ്യില്ല. അപ്പോൾ കോസ്റ്റിനെ കുറയ്ക്കാമെന്നുള്ള മാത്രം ഞങ്ങളുടെ മീഡിയ, ഞങ്ങളുടെ MDയോട് ഞങ്ങളും പറയാറുണ്ട്. റവന്യൂ നമുക്കൊന്നും തീരുമാനിക്കാമല്ലോ, എല്ലാവരുടെ കയ്യിലിരിക്കുന്ന സംഗതിയാണല്ലോ. കോസ്റ്റിൽ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള മാത്രമായിരിക്കാം. അപ്പോൾ ഈ 7% വിജയമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് വീണ്ടും ഇതിലേക്ക് ഇറങ്ങുന്നത്? പ്രതീക്ഷ കൊണ്ടാണോ അതോ കാശ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്? അല്ല, അതാണ് വീണ്ടും വീണ്ടും എന്നുള്ള വാക്കാണ് അടിവരയിടേണ്ടത്. അത് കുറവാണ്.
വരുന്നത് മുഴുവൻ പുതിയ നിർമ്മാതാക്കളും പുതിയ സംവിധായകരുമാണ്. പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ പണം നേടിയ ആളുകൾ വീണ്ടും വീണ്ടും എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. ഒരാൾ മിക്കവാറും ഒരു സിനിമയോടുകൂടെ തന്നെ ബുദ്ധിമുട്ടായി പിന്നീട് വരുന്നില്ല. ഒരു വർഷത്തിൽ തന്നെ 100ഓളം പുതിയ നിർമ്മാതാക്കളാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു കാരണം. പരാജയപ്പെട്ടവര് വരണില്ല, പരാജയപ്പെട്ടവരാണ് അധികവും. അല്ല, അവർ വരുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. വിജയിച്ചവർ വളരെ ചുരുക്കമാണ്. കുറേ വർഷങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്ന നിർമ്മാതാക്കൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. പിന്നെ അടുത്ത കാലത്ത് വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ ചെയ്ത കുറേ നല്ല നിർമ്മാതാക്കൾ മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം എന്നാലും ചില ഫോമുലുകൾ ഉള്ളതായിട്ട് തോന്നില്ല. ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ഫിലിമുകളെല്ലാം വിജയിക്കുന്നുണ്ട്, MTയുടെ തിരക്കഥ മുഴുവൻ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോമുല ശരിക്കും ഒരു ഉറപ്പുള്ള ഫോമുല ഉണ്ട് അല്ലേ? അല്ല, തീർച്ചയായിട്ടും അതുണ്ട് എന്ന് പറയാം. പക്ഷേ അതെല്ലാം ആ വ്യക്തികളുടെ കഴിവാണ്, അല്ലാണ്ട് ഫോർമുലയേക്കാൾ കൂടുതൽ ആ വ്യക്തികളുമായിട്ടുള്ള പ്രേക്ഷകരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ വ്യക്തികളുടെ കഴിവ്, അതാണ് ഞാൻ പറയുന്നത്. അതുപോലെ എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റില്ല. സത്യനന്ദിക്കാടിന്റെ സിനിമ പോലെ വേറൊരാൾ സിനിമ ചെയ്തിട്ട് വിജയിക്കുന്നില്ല. അതാണ് ഫോർമുലയേക്കാൾ കൂടുതൽ ആ വ്യക്തികളിലെ ട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു മാജിക് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പ്യൂർ ബിസിനസ് അല്ലാണ്ട് സിനിമമായിട്ടുള്ള വേറെ വല്ല ഫീൽഡിലേക്ക് കടക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, കഴിയുന്നതും ഞാൻ സിനിമ എന്ന് പോലും എൻ്റെ ഒരു ബിസിനസ്സായിട്ട് ഞാൻ പറയില്ല. AVA ഗ്രൂപ്പിൻ്റെ ബിസിനസ്സായിട്ട് ഞാൻ അതിനെ പറയില്ല. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെറുപ്പകാലം മുതലേ നാടക നടനാണ്, ഇടയ്ക്കൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന നടനാണ്. തൃശ്ശൂർ വെച്ച് നാടകത്തിൽ? തൃശ്ശൂരല്ല, ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. ഞാൻ 4ാം ക്ലാസ് വരെ തൃശ്ശൂർ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് സെയിൻറ്റ് ജോസഫ് സ്കൂൾ, MG കോളേജിലൊക്കെയാണ്. MG കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അഭിനയം തുടങ്ങുന്നത്. മോഹൻലാൽ എൻ്റെ സീനിയറായിരുന്നു. ജഗദീഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂടെയൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. അതിനുശേഷമാണ് ജഗദീഷിന്റെ കൂടെയൊക്കെ ഞാൻ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അതൊരു പ്രചോദനമായിരുന്നു. അവരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ എനിക്കൊരു പ്രചോദനമായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന അമ്പലനഗർ എന്ന് പറഞ്ഞ കോളനിയിലാണ് ഞാൻ ആദ്യമായിട്ട് നാടകങ്ങൾ അഭിനയിച്ച് തുടങ്ങുന്നത്. പിന്നെ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത് നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു നാടകത്തിന്. മലയാളി ക്ലബ്ബ്, ആശാൻ മെമ്മോറിയൽ, കേരള സമാജം, അങ്ങനെ വലിയ വലിയ അതെ. അപ്പോൾ 40 കൊല്ലത്തിലധികം ഞാൻ അവിടെ പോയിട്ട് 41ാമത്തെ വർഷം. അത് എല്ലാ വർഷവും നാടകം ചെയ്യുന്നുണ്ട് അവിടെ, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെഡിമിക്സിലേക്ക് വരാം. നമ്മുടേതായിട്ട് റൈറ്റ് ആംഗിളിൽ ശരിയായിട്ടുള്ള സ്പിരിറ്റിലേക്ക് വരാം. അതിൻ്റെ ചരിത്രം ഒന്ന് പറയാൻ പറ്റും, എങ്ങനെയാണ് മെഡിമിക്സ് സ്റ്റാർട്ട് ചെയ്തത്? മെഡിമിക്സ് ഡോക്ടർ BP സിദ്ധൻ താങ്കൾ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത്. അവിടുത്തെ കിൽപാക്ക് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനാണ്. അതൊരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അലോപ്പതിയും ആയുർവേദവും പഠിച്ചിട്ടുണ്ട്. അലോപ്പതിയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ റെയിൽവേയിലാണ് അദ്ദേഹം ഡോക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ വന്ന രോഗികൾക്ക് പലർക്കും ചർമ്മരോഗങ്ങൾ കണ്ടിട്ട് ചോലയിൽ കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന വിപ്രതി എന്ന് പറയുന്ന ഒരു എണ്ണയാണ് അദ്ദേഹം ആദ്യം രോഗികൾക്ക് കൊടുത്തു നോക്കിയത്. അത് നല്ല ഫലവത്തായിരുന്നു. അപ്പോൾ അത് എങ്ങനെ കൺവീനിയൻ്റ് ആയിട്ട് ഇനി അവർക്ക് കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് സോപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ വീട്ടിലെ അടുക്കളയിൽ തന്നെ കുറച്ച് സോപ്പ് ഉണ്ടാക്കി നോക്കി അത് പേഷ്യൻസിന് കൊടുത്തപ്പോൾ അതും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം നിർബന്ധിച്ചാണ് അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അടുക്കളയിൽ തന്നെ അത് ഉണ്ടാക്കി തൊട്ടടുത്തുള്ള ഒരു കെമിസ്റ്റ് ഷോപ്പിൽ അത് കൊണ്ട് ആദ്യം വയ്ക്കുന്നു, ഒരു ഷോപ്പിൽ. എന്നിട്ട് ഈ സുഹൃത്തുക്കൾ എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്യും രോഗികൾക്ക്. അങ്ങനെയാണ് മെഡിമിക്സിൻ്റെ തുടക്കം. പിന്നീട് അത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് എന്നുള്ള പരസ്യത്തിൽ തമിഴ്നാട്ടിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലേക്കും പരന്നു. അവിടെ നിന്നാണ് പിന്നീട് അതൊരു ബിസിനസ്സായിട്ട് ചിന്തിക്കുന്നത് കൂടുതൽ. കാരണം അതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അങ്ങനെ ബിസിനസ് ചെയ്തവരായിട്ടില്ല. അപ്പോൾ ഈ മെഡിമിക്സിന് ഒരു ഫോമുല, ഒരു വിജയിക്കുന്ന ഒരു ഫോമുല ഉണ്ടായിട്ടുണ്ട് അല്ലേ? വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് അത് ഹാൻഡ് മെയ്ഡ് ആയിരുന്നു തുടക്കം മുതൽ. പിന്നെ 18 ആയുർവേദ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു സോപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡിലാണ് ഇന്നും മെഡിമിക്സ് ഉണ്ടാക്കുന്നത്. അത് ഒരുപക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് അതിൻ്റെ തിരിച്ചറിയുന്നുണ്ട്. മെഡിമിക്സ് അല്ലാണ്ട് അതിൻ്റെ ആ ഗ്രൂപ്പ് ഇതിൽ എന്തൊക്കെയുണ്ട്? പിന്നെ വേറെ മെഡിമിക്സ് കുറേ കാലം ഒറ്റ സോപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ ഹാൻഡ് വാഷ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, സാനിറ്റൈസർ ഉണ്ട്. അതങ്ങനെ ഇനി കൂടുതൽ ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഹെയർ ഓയിൽ വരാൻ പോകുന്നുണ്ട്. അതെ. നമുക്ക് നല്ലൊരു R&D സെന്റർ ഉണ്ട്. അവിടെ പല കാര്യങ്ങളും റിസർച്ച് നടക്കുന്നുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ട് അവിടെ? അല്ല, ഞങ്ങളിപ്പോൾ 2 ഗ്രൂപ്പാണ്. ഞാൻ സൗത്ത് ഇന്ത്യ മാർക്കറ്റാണ് നോക്കുന്നത്. AVA ഗ്രൂപ്പ് ഡോക്ടർ സിദ്ധന്റെ മകനാണ് ചോലയിൽ എന്ന് സൗത്ത് ഇന്ത്യക്ക് വെളിയിൽ ലോകം മുഴുവൻ 2 കമ്പനി 2 മാർക്കറ്റായിട്ട്. ബ്രാൻഡ് ഒരേ ബ്രാൻഡ്, പക്ഷെ ഞങ്ങൾ മാർക്കറ്റ് ഡിവൈഡ് ചെയ്തിരിക്കും. അത് പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭീമ
സ്വർണ്ണമൊക്കെ അങ്ങ് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് നല്ലൊരു മോഡലാണ് അല്ലേ? നിങ്ങളുടെ മെഡിമിക്സിൽ നിന്ന് മാത്രമുള്ള ടേൺ ഓവർ എത്ര ഉണ്ടായിരിക്കും പറയാൻ സാധിക്കുന്നതാണ്? അല്ല, അതെ, എൻ്റെ സൗത്ത് ഇന്ത്യയിൽ ഒരു 400 കോടിയാണ് AVA ഗ്രൂപ്പിന്. 400 കോടിക്ക് മേലെ ഗ്രൂപ്പ്. അതിൽ ഫ്ലാഗ്ഷിപ്പ് കമ്പനി എന്ന് പറയുന്നത് മെഡിമിക്സ് തന്നെ ആയിരിക്കാം അല്ലേ? ആ പ്രോഡക്റ്റ് കമ്പനിയല്ല, ഉൽപ്പന്നം. ആ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. അതായിരിക്കും മോർ ദാൻ ഹാഫ് ഓഫ് ദ. മോർ ദാൻ ഹാഫ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ മേളമായിരിക്കും, പിന്നെ സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ വഴിയുള്ള. അപ്പോൾ അതിൻ്റെ ഇനി നെക്സ്റ്റ് എക്സ്പാൻഷൻ പ്ലാൻ വല്ലതും ഉണ്ട് മെഡിമിക്സിന്? അല്ല, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് പറഞ്ഞ സെയിം അധികം കൂട്ടണില്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു വലിയ ഫാക്ടറി തുടങ്ങാനോ എന്തെങ്കിലും? അല്ല, ഫാക്ടറികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മേളത്തിന് ഒരു പുതിയ ഫാക്ടറി മെഡിമിക്സിന് ഞാൻ ചോദിക്കുന്നത്. മെഡിമിക്സിന് വേണ്ടി മെഡിമിക്സ് ഞാൻ പറഞ്ഞല്ലോ, ട്രഡീഷണൽ വിത്തൗട്ട് എയ്ഡ് ഓഫ് ദ പവറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് കണ്ടിന്യൂ ചെയ്തിട്ട് പവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുറേശ്ശെ പവർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിന് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഇത്രയും കാലം ടാക്സ് ബെനിഫിറ്റ്സ് പലതും ഉണ്ടായിരുന്നു. പിന്നെ തൊഴിലാളികൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ടായിരുന്നു. ഇപ്പൊ തൊഴിലാളികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹാൻഡ് മെയ്ഡ് എന്നുള്ളതല്ല, അത് ഈ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നത് പവർ ഉപയോഗം. ഒരു മോട്ടോർ തിരിക്കാം, കൈകൊണ്ടും തിരിക്കാം, പവർ കണക്ട് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ പക്ഷെ അങ്ങനെ ഒരു സാധനം കൂടി എലമെന്റ് ആണ്. ശരിക്കും നമ്മളിപ്പോ ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കൈകൊണ്ട് അരയ്ക്കുന്നതും അത് മോട്ടോർ ഉപയോഗിച്ച് അരയ്ക്കുന്നതും അതേ വ്യത്യാസം. രണ്ടും ഒന്ന് തന്നെയാണ്. മെഡിമിക്സിന് കേരളത്തിൽ ഫാക്ടറീസ് ഒന്നുമില്ലല്ലോ അല്ലേ? മെഡിമിക്സിന് ഇല്ല, മേളത്തിനേ ഉള്ളൂ. ഓക്കെ. ഇനി മേളത്തിലേക്ക് മേളം എന്നാണ് നിങ്ങൾ അത് ടേക്ക് ഓവർ ചെയ്തത്? ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പോൾ 9 കൊല്ലമായി. 9 വർഷമായി അല്ലേ? അതിൻ്റെ ടേൺ ഓവർ ഏതാണ്ട് എത്ര വരെ ആയിരിക്കാം? ഒരു അല്ല, അത് കഴിഞ്ഞ വർഷം 60 കോടിക്ക് മേലെ ചെയ്തിട്ടുണ്ട്. 60 കോടിയുണ്ട് അല്ലേ? കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. ഈ കറി പൗഡേഴ്സ്, ഈ സ്പൈസസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആൾക്കാർക്ക് ട്രസ്റ്റ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ അതിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ട്രസ്റ്റ് ഇല്ല, ഈ മിസ്ട്രസ്റ്റ് ഉണ്ട് ആൾക്കാരുടെ ഉള്ളിൽ. ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, കൃത്യമായി ഇതിന് വൃത്തിയുണ്ടോ, ഇത് സാധനങ്ങളുടെ പൗഡർ അത് ചേർക്കാനായിട്ട് പലരും സംശയിക്കുന്ന നിൽക്കാമെന്നല്ലാണ്ട് ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാണ്ട് നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴും അല്ലേ? അല്ല, അതല്ല അതിൻ്റെ കാര്യം. ഇതിനകത്ത് എന്താ വെച്ചാൽ എനിക്കുണ്ട് മിസ്ട്രസ്റ്റ്. അത് ഇന്ത്യയിൽ ഇത് മറ്റ് പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ്സിൻ്റെ പ്രസൻസ് ആണ്. അല്ലാതെ റോ മെറ്റീരിയൽ വരുന്ന പെസ്റ്റിസൈഡ്സിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ അതിനകത്ത് മായം ചേർത്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന മായമല്ല. എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികൾ എനിക്ക് തോന്നുന്നില്ല. എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു വാർത്ത വന്നായിട്ട് എൻ്റെ അറിവിലില്ല. യൂട്യൂബിലൊക്കെ വരുമ്പോൾ ആളുകൾ അത് വിഷമെന്ന് പറയുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മായം എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഇത് കൂടുതലും പെസ്റ്റിസൈഡാണ്. പെസ്റ്റിസൈഡ് ഇപ്പോൾ ഇന്ത്യയിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം 140ഓളം തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാൻ അവർക്ക് അംഗീകാരമുണ്ട്. അതുമാത്രമല്ല, ഗവൺമെന്റ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ടോക്സിക് തന്നെയാണ്. പക്ഷെ അതില്ലാതെ പറ്റില്ല. ഇന്ത്യയിൽ പെസ്റ്റിന്റെ കൺട്രോൾ അത്ര എളുപ്പമല്ല. ഏറ്റവും കൂടുതൽ പെസ്റ്റുള്ള രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അത് ശ്രമിച്ചാൽ ചിലപ്പോൾ കൃഷി മൊത്തം പരാജയപ്പെടും. അപ്പോൾ അവിടെ ഒരിക്കലും വയബിൾ. ഇപ്പോൾ ശ്രീലങ്കയിലേക്കുള്ള അനുഭവം നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇതേമാതിരി ജൈവ കൃഷി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് മൊത്തം എക്കണോമി തന്നെ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ പോയിട്ടുണ്ട്. അതത്ര എളുപ്പമല്ല നമ്മുടെ രാജ്യങ്ങളിൽ. എവിടെയെങ്കിലൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യാന്നുള്ളൂ. പക്ഷേ ഇതിനൊക്കെ കോഡക്സ് നോംസ് അനുസരിച്ച് ഒരു ലിമിറ്റുണ്ട്. ഏതൊരു പ്രോഡക്റ്റിലും ഉപയോഗിക്കാവുന്ന ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് അവിടെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കൃഷി ചെയ്യുന്ന സമയത്തുള്ള ലിമിറ്റ്സ് അല്ല, ഒരു ഉൽപ്പന്നത്തിൽ എത്ര വരെ ആകാം എന്നുള്ള, എത്ര mg നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് പക്ഷേ ഇന്ത്യയിൽ ഇനി ഫിക്സ് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതിന്റെ പ്രസൻസ് കാണുമ്പോഴേക്കും അതിന്റെ മേലെ കേസ് എടുക്കുകയാണ്. പക്ഷേ കോഡക്സ് നിയമം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സേഫാണ്. കാരണം ഇന്ന് വരെ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കറി മസാല എക്സ്പോർട്ട് ബാൻ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ സെയിം പ്രോഡക്ട്സ് തന്നെയാണ്. അങ്ങനെ ഒരു സംശയം അല്ല, സെയിം തന്നെയാണ്. അതിലൊന്നും എക്സ്പോർട്ട് ക്വാളിറ്റി ആണെന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. സെയിം, നിങ്ങൾ സെയിം പ്രോഡക്റ്റിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ വേണ്ട ആവശ്യമില്ലല്ലോ. അതിനുവേണ്ടി വേറെ പ്രൊഡ്യൂസ് ചെയ്യില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇവിടെ വെക്കുന്ന ഒരു മുളക് പൊടി അവിടത്തേക്ക് വേണ്ടി വേറെ മുളക് പൊടി ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം ആളുകളുടെ ഇടയിലുണ്ട്, തെറ്റായിട്ടുള്ള വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ മാർക്കറ്റ് ഇത്രയും വളരില്ലല്ലോ. കാരണം ഈവൻ കോൾഗേറ്റ് പേസ്റ്റ് വരുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ഫ്രണ്ട് പോലും പറയാം, എയർപോർട്ടിൽ നിന്ന് മേടിച്ചോളാം അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയും. ആ സാധനം പ്രോഡക്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറയും. അല്ല, അത് പക്ഷേ ഇന്റർനാഷണൽ അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കൊക്കോകോള വാങ്ങിച്ചാൽ പോലെ വ്യത്യാസമുണ്ടോ? നമ്മളിപ്പോൾ സിംഗപ്പൂരിൽ കിട്ടുന്ന വെള്ളമല്ല ഇവിടുത്തെ നമ്മുടെ വെള്ളം. ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൊക്കോകോളയ്ക്ക് വ്യത്യാസം ഉണ്ടാവാം. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് അതെല്ലാം ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളൊരു കെൻഡക്കി ചിക്കൻ വാങ്ങിച്ചാൽ പോലും ഇവിടുത്തെ നമ്മുടെ കോഴിയല്ല അവിടെ കിട്ടുന്ന കോഴി.
അപ്പോൾ അതിലുള്ള വ്യത്യാസം ഉണ്ടാവും, അല്ലാണ്ട് അതിനകത്ത് മായം ചേർക്കുന്നു എന്നുള്ളൊരു ഒരു കംപ്ലൈൻറ്റ് ഇല്ല. പക്ഷേ അപ്പോൾ ടോക്സിക് ലെവൽസ് കൂടുതലുണ്ട് ചിലതിലൊക്കെ അല്ലേ? പക്ഷെ അതിപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ള വിഷയം, അതിനൊരു നോംസ് ഇല്ലേ? നോംസ് ഫിക്സ് ചെയ്യാൻ ഇപ്പോൾ FSSAI തീരുമാനം എടുത്തിട്ടുണ്ട്, അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് സമയമെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഇവിടെ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ കേസ് എടുക്കുന്നത്, വേറെ എവിടെയും കേസ് എടുക്കുന്നില്ല. കേസ് എടുക്കുന്നു, അത് കോടതി സ്റ്റേ വയ്ക്കും, അത്ര തന്നെ. അങ്ങനെയാണ് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് കേസ് എടുക്കും. കാരണം ഇന്ന് നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു വസ്തുവും, അത് ബ്രാൻഡഡ് അല്ലാത്തതായാലും, ബ്രാൻഡഡ് മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഏത് കടയിൽ നിന്ന് ഏത് സ്പൈസ് എടുത്തോ ഏത് വെജിറ്റബിളും എടുത്ത് ടെസ്റ്റ് ചെയ്താൽ അതിനകത്ത് പെസ്റ്റിസൈഡ് 100% ഉണ്ടാവും. അത് ലെവൽ കൂടുതൽ വളരെ കൂടുതലുണ്ടാവും. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീടിന് തൊട്ട് മുമ്പിലുള്ള ഒരു കടയിൽ വിൽക്കുന്ന ഒരു മുളക്, ആ മുളക് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്? വലിയ വലിയ കമ്പനികൾ റിജക്ട് ചെയ്തതായിരിക്കും മിക്കവാറും ഇവിടെ വരുന്നത്. നല്ലതാണെങ്കിൽ വലിയ കമ്പനിക്കാർ വാങ്ങുമല്ലോ. വലിയ കമ്പനിക്കാർ റിജക്ട് ചെയ്യുന്നത് എവിടേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കണം. അതെല്ലാം ലോക്കലി മെയ്ഡ് ഇതിനേക്കാൾ മോശമാണ്. അത് ആർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ജീവൻ പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പെർസെൻറ്റേജിൻ്റെ വേരിയേഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. കർഷകൻ അതുമാത്രമല്ല, പലരും ഇപ്പോൾ ഇന്റർക്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുളക് കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കോട്ടൺ ആയിരിക്കും നടുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ഇതിലാണ് വീണ്ടും മുളക് മണ്ണിൽ വരുന്നത്. അപ്പോൾ കോട്ടണിൽ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ മാരകമായിട്ടുള്ള ഇതായിരിക്കാം, പെസ്റ്റിസൈഡ് ആയിരിക്കാം. അതിൻ്റെ പ്രസൻസ് അടുത്ത തവണ വരുന്ന മുളകിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ മുളകിൽ ഈ ഒരു പെസ്റ്റിസൈഡിൻ്റെ കണ്ടന്റ് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണം അതിന് തൊട്ട് മുമ്പത്തെ കൃഷിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കറി പൗഡർ മാനുഫാക്ചേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതിനുള്ളിൽ. നിങ്ങൾക്ക് പ്രഷറും ഇല്ല, നിങ്ങൾക്ക് പ്രഷറും ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങളുടെ പുറത്ത് പ്രഷറും വരുന്നില്ല അതിൻ്റെ പുറത്ത്, നിങ്ങളുടെ അല്ലല്ലോ കുറ്റം. അല്ല, അതാണ് ഒരു വലിയൊരു ചലഞ്ചാണത്. ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ചാണത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം കർഷകരെയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പോയിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, FSSAI ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കോഡക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഓരോ ഐറ്റത്തിനും ഏതൊക്കെ പെസ്റ്റിസൈഡ്സ് ആകാം, എത്ര വരെ ആകാം എന്നുള്ളത്. ആ ലിമിറ്റ് ഫിക്സ് ചെയ്താൽ മതി. പക്ഷെ അത് നിങ്ങളുടെ ലെവലിലല്ല ചിന്തിക്കേണ്ടത്, അത് കൃഷി ലെവലിൽ ചിന്തിക്കണം. കൃഷിയല്ല, ആദ്യം ഗവൺമെന്റ് അത് കൊണ്ടുവരണം. അത്ര അങ്ങനെയാണ് നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യില്ലല്ലോ മേടിക്കാൻ. കൃഷിക്കാരെയും കുറ്റം പറയത്തില്ലെന്ന് ഞാൻ, അവരത് ഉപയോഗിച്ചോട്ടെ തന്നെ പറയുന്നത്. ഇപ്പോൾ പല ലെവല് ഫിക്സ് ചെയ്യണം. ലെവല് ഫിക്സ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ലെവല് കോഡക്സ് റൂൾസ് ആപ്ലിക്കബിൾ ആയാൽ ഈ പറഞ്ഞ എല്ലാം നോർമലാണ്, ആർക്കും കൂടുതലൊന്നുമില്ല. വളരെ ചുരുക്കം കേസുകളിൽ ചിലപ്പോൾ കുറച്ച് ഡീവിയേഷൻ വന്നേക്കാം, അല്ലെങ്കിൽ ഒന്നും വരാൻ വഴിയില്ല.